കഴിഞ്ഞ ദിവസം വീട്ടിൽ വെറുതെ നിന്നപ്പോഴാണ് ഉമ്മച്ചൻ പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും പോവാന്ന്. പിന്നെ അങ്ങനെ ഞാനും കാറിൽ കയറിയിരുന്നു. എവിടെയാ പോകുന്നേ എന്തിനാ പോകുന്നതെന്ന് അറിയില്ല. വിളിച്ച സ്ഥിതിക്ക് ഒട്ടും താമസിക്കാതെ കാറിലേക്ക് ഓടി. അങ്ങനെ പോയ വഴിക്ക് ഉള്ള കണ്ട പാടത്തും റോട്ടിലും ഒക്കെ നിർത്തിയാണ് പോയത്. പിന്നെ വിശപ്പിന്റെ വിളിയായി, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 10-11 മണിയായി. എവിടെ പോയാലും മെനു കാർഡ് ഫുൾ അരിച്ചു വെറുക്കും, എന്നിട്ട് ലാസ്റ്റ് ബിരിയാണി അല്ലെ മന്തി ഓർഡർ ചെയ്യും. അതാണിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ശീലം. പിന്നെ ചെസ്റ്റ് പീസ് മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ആദ്യം ലെഗ് പീസ് കൊടുത്ത് ഞങ്ങൾ പറ്റിച്ചു. പൂജ ഹോളിഡേ ആയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, എല്ലായിടത്തും ബ്ലോക്ക്. അങ്ങനെ പോയി വന്നപ്പോഴാണ് മനസ്സിലായത് വാഗമണ്ണിലേക്കാണ് പോകും. അങ്ങനെ പോയ സ്ഥലത്ത് എല്ലാം ഭയങ്കര തിരക്കാണ്. ഒന്ന് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി വരെ ഒരു 1/4 മണിക്കൂർ നിന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് പൈൻ ഫോറസ്റ്റിലെത്തി, അവിടെയും തിരക്ക്. പിന്നെ കുറച്ചു നേരം ക്യൂ നിന്നിട്ടൊക്കെയാണ് അകത്തേക്കൊന്ന് കയറി പറ്റിയത്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുറത്തെത്തി. ഏതോ ഒരു കുന്നിൻ്റെ മേളിൽ കയറ്റി തുമ്പിടും അതിടും പറഞ്ഞു, ഇതാണ് നമ്മൾ കാണാൻ വന്ന കുന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു, ഒരുപാട് ഫോട്ടോസ് എടുത്തു. അച്ചാമ്മയുടെ സാരിയും ഈ പൂവും ഒരേ കളറാണ്. ആ ചിരി കാണാൻ തന്നെ എന്ത് ഭംഗിയാ. അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ട എല്ലാ കടയിൽ കയറി വില നോക്കും, ഇറങ്ങും. പിന്നെ വില കുറവുള്ള സ്ഥലത്ത് കയറി സാധനം മേടിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി വൈകിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴാണ് ആ കടയിൽ ബ്രെഡ് ഓംലെറ്റ് കണ്ടേ. പിന്നെ അവിടെ ഓരോന്നായിട്ടാണ് ബ്രെഡ് ഓംലെറ്റ് തന്നത്. ആദ്യക്ക് കിട്ടി അവൻ കഴിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരലായിരുന്നു അവൻ്റെ പണി. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിക്കിറങ്ങി നിന്ന് രാത്രി ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ, പിന്നെ ഒടുക്കത്തെ ബ്ലോക്കും. തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ഫുള്ള് കോട, റോഡ് പോലും കാണാൻ പറ്റുന്നില്ല. നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയപ്പം ഞാൻ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോഴാണെങ്കിലും അതിൻ്റെ മുകളിൽ ഒരു മുട്ട, പിന്നെ എന്ത് വേണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പാതിരാത്രി ആയപ്പോൾ വീട്ടിലെത്തി. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.